ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈക്കും അടിച്ചിട്ട് ഹൈപ്പും കൂടെ ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജ പുതിയ വീടെടുക്കാൻ തീരുമാനിച്ച കാര്യം അറിഞ്ഞത് ബബിതയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. അച്ഛനും അമ്മയും പിരിയുന്നതിൽ ബബിതയ്ക്ക് കൂടുതൽ താല്പര്യമൊന്നുമില്ല. അമ്മയൊന്ന് അടങ്ങ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വൈജ അടങ്ങില്ല എന്ന് നമ്മുടെ ബബിതയ്ക്കും അറിയാം. അങ്ങനെ രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി അലീന തന്നെയാണ് മുൻകൈ എടുത്ത് ഇറങ്ങുന്നത്. ബാലചന്ദ്രനും അലീനയും കൂടി അത് പോയത് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും തന്റെ മകൻ രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അലീന ആരും വെറുതെ പറയുന്നതോ, അലീന കാരണം എന്റെ മകൻ രക്ഷപ്പെടരുതേ എന്നുള്ള രീതിയിലാട്ടോ സംസാരിക്കുന്നത്. ഒരു കുത്തു വെച്ച് കൊടുക്കാൻ തോന്നും വൈജയ്ക്ക്. അതുപോലെയാണ് വൈജയുടെ ചൊറിഞ്ഞ സ്വഭാവം. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഏതായാലും വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കണം, നൈസായിട്ട് തന്നെ നീ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് തിരക്കണം. ഇനിയിപ്പം രോഹിതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിലും നല്ല കാര്യം തന്നെ. പക്ഷെ അലീനെ അവിടെ ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല, അത് ഉറപ്പാണ്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അലീനയെ ഞാൻ അവിടെ നിന്ന് പറപ്പിക്കും, അത് ഉറപ്പായ കാര്യം തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത പറയുന്നുണ്ട്, അത് അമ്മയുടെ തോന്നല് മാത്രമാണ്. ഒരിക്കലും അച്ഛനെയും അലീനയും തമ്മിൽ പിരിക്കാനായിട്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അമ്മ. കാരണം അവർ അത്രമാത്രം സിങ്ക് ആയി കഴിഞ്ഞു. ദേ അലീന എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാ ഇപ്പൊ അച്ഛൻ ചെയ്യുന്നത്. സത്യത്തിൽ അമ്മ പറയുന്നത് പോലും ഇതുപോലെ അനുസരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെയല്ല, അക്ഷരം പ്രതി പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പൊ അച്ഛനുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ അലീനയെ കൂട്ടുപിടിച്ച് ഇപ്പൊ അങ്ങ് പോയിരിക്കുന്നത് പാലാരി വട്ടത്തേക്കോ എന്തോ. അലീനയുടെ മറ്റേ എന്താ ആ പെങ്കൊച്ചുണ്ടല്ലോ, രേവതിക്കുട്ടി, അവളുടെ വീട്ടിലെ ആരോ ആണ് രോഹിത്തിനെ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവളങ്ങാണ്ട് പന്നങ്ങാണ്ട് പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് രാത്രി വിളിച്ചുകൊണ്ട് പോയി കിടന്നപ്പോഴത്തേക്കും ആ ഡിവൈഎസ്പി അങ്ങാണ്ട് അലീനനെ രക്ഷിച്ചത്. അവക്ക് ഏതൊക്കെയോ ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല പിടിബലം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ ഏതൊക്കെ ആൾക്കാരുമായിട്ട് പിടിബലം ഉണ്ടല്ലോ അത് ഈ വൈജയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. അവൾ ആ പിടിബലം വെച്ചോണ്ട് അവിടെ ഇരിക്കുള്ളൂ. വൈജയുടെ അടുത്ത് കടി ഇറക്കി കഴിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബബിത പറഞ്ഞു, അമ്മയുടെ കാലിന് വയ്യല്ലോ ഇപ്പം, അമ്മയ്ക്ക് എണീറ്റ് നടക്കാനും പറ്റത്തില്ല. പിന്നെ അമ്മ എന്ത് ചെയ്യുന്ന പറയുന്നത്? എന്തെങ്കിലും അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ രോഹിതേട്ടനൊന്ന് പോയി കാണാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയല്ലേ അമ്മയ്ക്ക്. ആ ഒരു സ്ഥിതിക്ക് അലീനെ രക്ഷിച്ചോണ്ട് വരികയാണെങ്കിൽ അലീനെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് നല്ലതല്ലേ അമ്മ എന്ന് ചോദിച്ചപ്പം, നിർത്തി, നീ മിണ്ടിപ്പോവരുത്. നീ എന്താ ആ കൃഷ്ണനെ പോലെ അലീനയുടെ കൂടെ നിൽക്കാൻ തുടങ്ങിയോ? നീ ഇപ്പൊ അവൾക്ക് സപ്പോർട്ട് ആകാൻ തുടങ്ങിയോ? അല്ല, ഞാൻ ആർക്കും സപ്പോർട്ടിൽ നിന്ന് സംസാരിച്ചൊന്നും അല്ലമ്മേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. രോഹിത് കാരണമാ ഇപ്പം എനിക്ക് കോളേജിൽ പോകാൻ പറ്റാത്തത്. പിന്നെ കൃഷ്ണമോള് നാണക്കേടോ ഒന്നും ഇല്ലാതെ ഇപ്പം കോളേജിൽ പോകുന്നുണ്ട്. അലീനയുടെ സാരോപദേശം കേട്ട് അവള് നടക്കുകയാണല്ലോ. അവൾക്ക് നാണോ ഇല്ല, നാണക്കേടും ഇല്ല. പക്ഷെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ, അപ്പൊ നീ ഇതുവരെ കോളേജിൽ പോകാൻ തുടങ്ങിയില്ലേ? ഓ പിന്നെ കോളേജിൽ പോയി. നിന്റെ ഒരു വർഷമല്ലേ പോകുന്നത്. നീ കോളേജിൽ പോയില്ലെങ്കിൽ 1 വർഷമാണെങ്കിലും 2 വർഷമാണെങ്കിലും എനിക്കിപ്പോ കോളേജിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കോളേജിൽ പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നാണക്കേടല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് നീ അടുത്ത ദിവസം മുതൽ കോളേജിൽ പോകാൻ നോക്കിക്കോണം. എത്ര പൈസയാണെന്നറിയാമോ? 1 വർഷം നീ പോകാതിരുന്നിട്ടുണ്ട് വീണ്ടും ഞാൻ അടയ്ക്കേണ്ടത്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോണം. ഇനി അച്ഛൻ്റെ ഷെയർ കിട്ടും, ആ ഷെയർ കിട്ടും, ഈ ഷെയർ കിട്ടും എന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു മാങ്ങാത്തോലി ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പം കഷ്ടപ്പെട്ട് പഠിച്ച് വല്ല ജോലി മേടിക്കാൻ നോക്കിക്കോ. ഷെയറുകളുടെ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? ഓരോ നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം പറഞ്ഞാൽ മതിയല്ലോ. അവൻ ഓരോ നാണക്കേട് ഉണ്ടാക്കി വെച്ചോണ്ടല്ലേ ഇപ്പം എനിക്ക് കോളേജിൽ പോകാൻ പറ്റായി വന്നത്. ഇനിയിപ്പോൾ അവൻ പുറത്ത് വരട്ടെ. അവൻ പുറത്ത് വരുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കൃഷ്ണമോള് പോയി തുടങ്ങിയല്ലോ, പതിയെ ഞാനും പോയി തുടങ്ങിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയും ബാലചന്ദ്രനും നേരെ കുര്യച്ചൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കുര്യച്ചൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ കുര്യച്ചൻ്റെ മകനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ കുര്യച്ചൻ്റെ മകൾ ചോദിക്കുകയാണ്, നിരപരാധിയാണെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ, അതൊരിക്കലും അത് നിയമവിരുദ്ധമാണല്ലോ. അപ്പം പിന്നെ അതിൻ്റെതായ വഴിക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പം ഇത് പീഡനമാണ്. പീഡനത്തിനിരയായ പെണ്ണ് എന്ത് പറയുന്നോ അതായിരിക്കാം കോടതി അംഗീകരിക്കുക. അത് എന്താണെങ്കിലും പീഡനത്തിനിരയായ പെണ്ണ് പറയുന്നത് മാത്രമേ കോടതി അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാണ്. പീഡനത്തിനിരയായ പെൺകുട്ടി ഇനിയിപ്പം പീഡിപ്പിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കൂടി തന്നെ അതേ അംഗീകരിക്കത്തുള്ളൂ. തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും അതേ അംഗീകരിക്കത്തുള്ളൂ. അപ്പം പിന്നെ എന്താണ് അടുത്ത പ്ലാന് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കുമാണ് കുര്യച്ചൻ പറഞ്ഞത്, എടാ വേറൊന്നും അല്ലടാ അടുത്ത പ്ലാന്. അല്ല, നമ്മുടെ മീരയുടെ അച്ഛനുണ്ടല്ലോ, DYSP ആണല്ലോ, പുള്ളിക്കാരൻ പാലയിലും ആണല്ലോ, ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛാ ഞാൻ എപ്പോഴും എങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ ഭാര്യയുടെ അച്ഛൻ
DYSP ആണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എടാ ഇത് ജെനുവിനായ ഒരു കേസല്ലേടാ, നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്കും കൂടെ അല്ലേ നല്ലത്, അവനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമുക്കും കൂടെ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണ്. ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, ഏതായാലും അവരോട് പറ, ഞാനൊന്ന് സംസാരിക്കട്ടെ അവരോടൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുര്യച്ചൻ അലീനയോടും കുര്യച്ചൻ്റെ മകൻ അലീനയോടും ബാലചന്ദ്രനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പേടിക്കൊന്നും വേണ്ട, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളാം. മാത്രമല്ല ആ പെങ്കൊച്ച് മൊഴിമാറ്റി പറയില്ല എന്ന് ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും ആ പെങ്കൊച്ച് മൊഴിമാറ്റി പറയാൻ പോകുന്നില്ല. അവളെ എല്ലാവരും കൂടെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നായിരുന്നു, ഞാൻ ആ വീട്ടിൽ ചെന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സംസാരിച്ചതാണ്. പക്ഷേ അവർ അമ്പിലും വില്ലും അടുക്കില്ല. അവർ പറയുന്നത് സാറേ, അവർ രാഷ്ട്രീയക്കാരും അതുപോലെ സമൂഹ നേതാക്കന്മാരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സമുദായക്കാരുടെ കൂടെയൊക്കെ അവരിങ്ങനെ നിൽക്കുകയാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് അവൾ ഒരു ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അവൾ ഒരിക്കലും സത്യം എന്നോട് പറഞ്ഞു, ഇനി അവൾ കോടതി പറയാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സത്യം പറയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അലീന ശരിയാകുന്നത്? നിന്നോട് സത്യം പറഞ്ഞു, അവളപ്പോൾ കാണിക്കുന്നത് വെറും ചെറ്റത്തരമല്ലേ അവൾ കാണിക്കുന്നത്? നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ അവളെ റേപ്പ് ചെയ്തിട്ടില്ല ആ പയ്യൻ. അപ്പോൾ അവൾ കാണിക്കുന്നത് നീതികേടല്ലേ, അനീതിയല്ലേ? അതിനെതിരെ നമ്മൾ പ്രതികരിക്കണ്ടേ? അവൾ പാവമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അത് ഞാൻ ഇവളോട് 100 തവണ പറഞ്ഞതാ, പക്ഷെ എന്ത് ചെയ്യാനാ, അവൾ കേൾക്കണ്ടേ? ഇവള് പറയുന്നത് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൾ ഇനിയിപ്പം അവളുടെ അവസ്ഥ ഇനിയിപ്പം അതിലും വലിയ കഷ്ടമായി പോകുന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ന്യായമായ കാര്യമല്ല. കേസിൻ്റെ വഴിക്ക് തന്നെ നടക്കണം. എവട്ടെയാണോ നീതി ന്യായവും അവട്ടെ നിൽക്കുക ചെയ്യേണ്ടത്. അത് പിന്നെ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഏതായാലും നിങ്ങളിനി അലിവൊന്നും കാണിക്കാൻ നിൽക്കുമൊന്നും വേണ്ട. അവൾ ആ ഒരു കാര്യത്തിൽ മൊഴി മാറ്റി പറയുന്നില്ല എങ്കിൽ നമ്മൾക്ക് അടുത്ത തീരുമാനം തന്നെ എടുക്കണം. അവൾക്ക് ശിക്ഷ കിട്ടുമോ ശിക്ഷ കിട്ടാതിരിക്കുമോ, അവൾ രക്ഷപ്പെടുമോ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ നിരപരാധിയായ ഒരുത്തൻ രക്ഷപ്പെടുകയാണെങ്കിൽ, ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അലീന അത് നമുക്ക് എത്ര നോക്കി കണ്ട് നിൽക്കാൻ പറ്റും? ഒരിക്കലും അത് നമുക്ക് നോക്കി കണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിൽക്കണം എന്നൊക്കെ നമ്മുടെ അലീനയും പറഞ്ഞ് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇതിനിടയിൽ പണമോ കാര്യങ്ങളോ ഒന്നും കൊടുത്താൽ അവർ എന്താ പറയുക, പണത്തിന് മേതെ പരുന്തും പറക്കും എന്നൊരു ആ ഒരു ഇത് അവിടെ ഇല്ല. അവർക്ക് പണമൊന്നും വേണ്ട, അവർ രാഷ്ട്രീയക്കാരുടെയും സമുദായക്കാരുടെയും വലയത്തിൽ പെട്ട് കിടക്കുകയാണെന്ന് തന്നെ പറഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം സെറ്റാക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ DYSPയോട് വിളിച്ച്, DYSPക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ മീര എന്ന് പറയുന്ന ആ പെണ്ണ് DYSPനെ, അതായത് DYSPയുടെ മോള് ആ പെണ്ണ് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോഴേക്കും DYSP തന്നെ പറയുന്നുണ്ട്, കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് തന്നെയാണ്, ആ ചെറുക്കൻ നിരപരാധിയാണ്, പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ, റിസ്ക് കേസാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് റിസ്ക് കേസാണെങ്കിലും അച്ഛനിട്ടേക്കുന്ന യൂണിഫോമിനോട് അച്ഛന് നീതി പുലർത്തണ്ടേ? എങ്കിൽ പിന്നെ അച്ഛന് എത്ര റിസ്ക് കേസാണെങ്കിലും ഇനിയിപ്പോൾ തലയിൽ തൊപ്പി തെറിക്കേണ്ടി വന്നാലും യൂണിഫോമിനോട് ഒരിത് കാണിക്കണ്ടേ? നിങ്ങൾക്കൊരു എത്തിക്സ് ഇല്ലേ? അപ്പം അത് ചെയ്യണ്ടേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അച്ഛൻ ആ ഒരു കാര്യം എന്താ പറയുക, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ തന്നെ നിൽക്കണമെന്ന് മീര നമ്മുടെ DYSPയോട് പറയുന്നത്. അത് മീരനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ അലീനയുടെ കേസ് വന്നപ്പം മീര ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് എന്താ പറയുക ആശ്വാസവാക്കുകൾ കേട്ടിട്ട് തന്നെയാണ് അലീനയും നമ്മുടെ ബാലചന്ദ്ര മേനോനും തിരിച്ചു പോകുന്നത് കേട്ടോ. എങ്ങോട്ടേക്ക്? നെടുമ്പുരയ്ക്ക് വീട്ടിലേക്ക് പോകുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ ബബിതയുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും, കൃഷ്ണമോളാണെങ്കിലും ബബിതയാണെങ്കിലും നോക്കിയിരിക്കുകയാണല്ലോ, എന്തായി എങ്ങനെയായി എന്ന് അറിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ. അപ്പം ഇവർ ചെന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തായി അച്ഛാന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ എന്താകാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം അവരുടെ നീക്കം അനുസരിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. എപ്പോഴും നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാനോ വിളിച്ചു ചോദിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ. മാത്രമല്ല അവരോട് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ DYSPക്കൊക്കെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്താ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത് നിരപരാധിയാണ് എന്നൊരു സൂചന. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ. ബബിത ചോദിക്കുന്നത് വേറൊന്നുമല്ല, പണം കൊടുത്ത് എങ്ങനെയെങ്കിലും നേരെയാക്കാൻ പറ്റുമോ? പണം കൊടുക്കുകയാണെങ്കിൽ, പൈസ കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. പൈസ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് രോഹിത്തിനെ പുറത്ത് കൊണ്ട് എത്ര രൂപ ഓഫർ ചെയ്താൽ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ, പിന്നെ പൈസയും കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യത്തില്ലേ, ആരെങ്കിലും കയ്യോ കാലോ ഒന്നും പിടിച്ചിട്ടുണ്ട് ഒരാവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ കുടുംബം വിറ്റിട്ടാണെങ്കിലും അവനെ പുറത്തിറക്കിയാനേ ഞാൻ, പക്ഷേ പൈസ കൊണ്ട് പറ്റാത്ത സാഹചര്യമായി പോയില്ലേ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും
അല്ല നീ നിന്റെ അമ്മേനെ ഇന്ന് കാണാൻ പോയെന്ന് കേട്ടല്ലോ. എന്തായി നിന്റെ അമ്മയുടെ കാര്യമൊക്കെ? നിന്റെ അമ്മ വേറെ വീടെടുത്തെന്നോ വേറെ താമസിക്കാൻ പോവാന്നോ എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ അച്ഛൻ ഇങ്ങനെ നടക്കുമല്ലേ, പിന്നെ എങ്ങനെ അമ്മ വേറെ വീടെടുക്കാതിരിക്കും? അമ്മയ്ക്ക് ഒരേ ഒരു കാര്യം മാത്രമേ എപ്പോഴും പറയാനുള്ളൂ, അലീനെ ഇവിടെ നിന്ന് മാറ്റണം. അലീനെ ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് തന്നെ വരും, പഴയതുപോലെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു പഴയതുപോലെയുള്ളൊരു സന്തോഷം ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകില്ല, അതൊരിക്കലും ഉണ്ടാവത്തില്ല. പഴയതുപോലൊരു സന്തോഷം നമ്മുടെ ലൈഫിൽ ഇനി വരണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം, അല്ലാതെ ഒരിക്കലും പഴയ പോലൊരു സന്തോഷം ഉണ്ടാവില്ല. കാരണം നിന്റെ അമ്മ ആരാണ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നിന്റെ അമ്മയുടെ പണ്ട് ബാലചന്ദ്രൻ എല്ലാം കേൾക്കുമായിരുന്നു, നിന്റെ അമ്മ പറയുന്ന സ്ഥലത്ത് നിൽക്കുമായിരുന്നു, ആ വരച്ചിട്ടുണ്ട്, അവിടെ നിന്ന് പോകത്തില്ലായിരുന്നു. എന്നെ പലവരും കളിയാക്കിയിട്ടുണ്ട് ഞാൻ വൈജയുടെ സാരി തുമ്പി പിടിച്ചാൽ നടക്കുന്നതെന്ന്. പക്ഷെ അതൊക്കെ ഞാൻ കേട്ട് നിന്നിട്ടുണ്ട്, അഭിമാനത്തോടു കൂടി തന്നെ കേട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വെറുതെ ആയിപ്പോയി, അതായത് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. അതുകൊണ്ട് നീ നിന്റെ അമ്മേനെ കുറിച്ച് ഇനി കൂടുതൽ പറയാൻ നിൽക്കണ്ട. നിന്റെ അമ്മയ്ക്ക് പൈസ ഉണ്ടെങ്കിൽ നിന്റെ അമ്മ വേറെ പോയി താമസിക്കട്ടെ, റെന്റിനോ സ്വന്തമായിട്ടോ ഫ്ലാറ്റ് എടുത്തോ എവിടെയാന്ന് വെച്ചാൽ വേറെ പോയി താമസിച്ചോട്ടെ. അലീനേനെ പറഞ്ഞു വിട്ടിട്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല മോളെ, അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തിനാ ഇതിന് മാത്രം വാശി പിടിക്കുന്നത്? അവളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ല ഇനിയിപ്പോൾ അച്ഛനെ അലീനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ അച്ഛൻ ആഴ്ച പോയി കണ്ടോ, വേറെ എവിടെയെങ്കിലും കാണാൻ പോക്കോ, അല്ലാതെ ഇവിടെ തന്നെ നിർത്തണമെന്ന് എന്താ ഇത്ര നിർബന്ധം ചോദിച്ചപ്പോഴത്തേക്കും ബബിതേ നീ മിണ്ടാതിരുന്നോ, എൻ്റെ വായിലിരിക്കുന്ന വല്ലതും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്തേ നീ അച്ഛനാന്ന് ഓർത്ത് എന്നോട് മിണ്ടാൻ പറ്റില്ല, മര്യാദയ്ക്ക് മാറിപ്പോക്കോ, എൻ്റെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കരുത്. കൃഷ്ണേ ഇവളെ പറഞ്ഞ് നീ സമാധാനിപ്പിച്ചോ. എനിക്കിപ്പോൾ ആകെപ്പാടെ ഞാൻ എല്ലാ വശത്തു നിന്നും എനിക്ക് പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറയുകയാണ് ബബിതേനെ വിളിച്ചോണ്ട്. അപ്പോഴത്തേക്കും കൃഷ്ണനോട് പറയുന്നുണ്ട് എന്തൊക്കെ ബബിതേച്ചി ഇത്, ബബിതേച്ചി അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വിട്ടാൽ പോരെ, എന്തിനാ ഇവിടെ വന്ന് ഓരോന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഓ നീയും പിന്നെ അലീനയുടെ കൂടെയല്ലേ, എടി നീ ഓർത്തോ നിന്നെ പ്രസവിച്ച അമ്മേനെ അടി നീ തള്ളി പറയുന്നതെന്ന് പറയുമ്പോൾ പ്രസവിച്ച അമ്മേനെയൊക്കെ ഞാൻ തള്ളി പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്, വ്യക്തമായ കാരണം ഉണ്ടായിട്ട് തന്നെയെന്ന് പറയുമ്പോൾ എന്ത് കാരണമാണ്? കുറേ ആയില്ലോ എല്ലാവരും പറയുന്നുണ്ട് കാരണം മനുവേട്ടൻ വന്ന് ഇവിടെ കുറേ കിടന്ന് പ്രസംഗിച്ചു, ഇപ്പം നീ കിടന്ന് പ്രസംഗിക്കുന്നു, എല്ലാവരും എന്തിനാ അമ്മേനെ കുറ്റം പറയുന്ന എന്ത് ചെയ്തെന്നാന്ന് പറയുമ്പം ബബിതേച്ചി ഇപ്പം ഇപ്പോൾ അതാ ബബിതേച്ചിക്ക് നല്ലതെന്ന് പറഞ്ഞ് കൃഷ്ണമോളും ബബിതേനെ കയറ്റി വിടാണ്. അപ്പം ബബിത എന്തെങ്കിലും കാണിക്കുക, ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നു പറയേണ്ട, ആ ഫോണും എടുത്ത് കുത്തിപ്പിടിച്ചോണ്ട് അവിടെ പോയി ഇരിക്കണുണ്ട്, ഫോണും എടുത്ത് എപ്പോഴും ഫോണിൻ്റെ മണ്ടയിലാണല്ലോ ബബിത. പിന്നെ ഇതൊക്കെ ബബിതയ്ക്ക് ഒരു അവസരമായിട്ട് ബബിത ഉപയോഗിക്കുകയാണ്. കാരണം ബബിതയ്ക്ക് ഫോൺ ചെയ്യാനും തോന്നിവാസം കാണിക്കാനും ഒക്കെ പറ്റിയൊരു സമയം തന്നെയാണല്ലോ. അപ്പം ആ ഒരു ഇതിൽ നമ്മുടെ ബബിത എടുത്തിരിക്കുകയാണ് കേട്ടോ. അതായത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമോളും അതുപോലെ തന്നെ അലീനയും സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ കൃഷ്ണമോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അറിയില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല, ഒരിക്കലും ഞാൻ ശരണ്യേനെ കുറ്റപ്പെടുത്തത്തില്ല, ശരണ്യേനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല, കാരണം അവളൊരു പാവം പെങ്കൊച്ചാണ്. പക്ഷേ എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷപ്പെടുത്തണം. നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ കൃഷ്ണമോളെ, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ ഏട്ടൻ പുറത്തിറങ്ങുക തന്നെ ചെയ്യാൻ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സും അങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അലീന വാക്ക് കൊടുക്കുന്നുണ്ട് കൃഷ്ണമോൾക്ക്. ഇതേ സമയം തന്നെ നമ്മുടെ കുര്യച്ചൻ ഗ്രേസിനെ മാമച്ചനെ വിളിച്ചിട്ട് കുര്യച്ചനല്ല വിളിക്കുന്നത്, ഗ്രേസി മാമച്ചനും കുര്യച്ചനെ വിളിച്ചിട്ട് അവരുടെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, എല്ലാം സംസാരിച്ചിട്ടുണ്ട്, ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്, മാത്രമല്ല DYSP ഇടപെടാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ നിരപരാധിയാണെന്ന് നേരത്തെ തന്നെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല എന്നൊരു ഇൻഫർമേഷൻ തന്നെയാണ് കിട്ടുന്നത്. ഏതായാലും ഇനിയിപ്പം പെട്ടെന്നായിരിക്കും എല്ലാം മാറി മറിയുന്നത്, നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടുന്നത് കേട്ടോ. പക്ഷെ രോഹിത്ത് വന്നു കഴിയുമ്പം രോഹിത്തായിട്ടല്ല രോഹിത്ത് വരുന്നത്. രോഹിത്ത് പാവമാണോ എന്ന് ചോദിച്ചാൽ രോഹിത്ത് പാവമല്ല. രോഹിത്ത് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലാണ് രോഹിത്ത് തിരിച്ച് വീട്ടിലെത്തുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയതാണല്ലോ നിരപരാധിയായ ഒരാൾ. അതായത് നിരപരാധി എന്ന് പറയാനും പറ്റത്തില്ല. കുറച്ച് പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഹിത്ത് എങ്ങനെ നിരപരാധിയാകുന്നത്, രോഹിത്ത് പേടിച്ചിട്ടാണ്. അതായത് രോഹിത്തിന് അത് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ചിലപ്പോൾ റേപ്പ് ചെയ്യാനൊരു പേടിയുണ്ടല്ലോ, ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് രോഹിത്ത് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ രോഹിത്തും ചെയ്തേനെ എന്ന് പറയുന്നുണ്ട്. പിന്നെ കഥയിൽ ചോദ്യമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കട്ടോ, രാവിലെ ഫുൾ വിശേഷമായിട്ട് കാണാം, മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.